ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തമ്മിൽ കണ്ട പോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, ഒരു ഹാപ്പി ന്യൂസ് ആണ്. അതുമാത്രമല്ല, ഓസ്ട്രേലിയയിലേക്കാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഒരു സ്പോൺസർഷിപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ UK ട്രേഡ് കരാറുമായി ബന്ധപ്പെട്ടിട്ട് യങ് പ്രൊഫഷണൽ സ്കീം ഇവിടെ നിലവിൽ വരികയും പ്രതിവർഷം ഇന്ത്യക്കാർക്ക് 3000 വിസ ലഭിച്ച് UK എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പ്രതിവർഷം ഏകദേശം ഒരു 100-150 ആൾക്കാർക്ക് വിസ ലഭിച്ച് ഇവിടെ UK എത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് അതെടുത്ത് പറയുന്നത്. കാരണം നമ്മൾ അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്തു. ആ ഹാർഡ് വർക്ക് ചെയ്തതിൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് വിസ കിട്ടി, UK എത്തി എന്നുള്ളത്. അതേ മാതൃകയിൽ തന്നെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ട്രേഡ് കരാറുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സിസ്റ്റം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിർത്തി സംസാരിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊക്കെയാണ് ചാനൽ ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, വലിയൊരു സ്വാഗതം. അതെ, ഞങ്ങൾക്ക് യങ് പ്രൊഫഷണൽ സ്കീമിൽ അഭിമാനമുള്ളതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓസ്ട്രേലിയ ഇന്ത്യ ഈ ഒരു വിസ സ്കീമിലൂടെ ഞങ്ങൾക്ക് അഭിമാനം ഞങ്ങൾ സൃഷ്ടിക്കും. തീർച്ചയായിട്ടും മെയ്ഡ്സിനും നമ്മൾ യങ് പ്രൊഫഷണൽ സ്കീമിന് എങ്ങനെയാണോ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും അതുമാത്രമല്ല ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിന്ന് ഗൈഡ് ചെയ്ത് നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു നയാ പൈസ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാതെ തന്നെ അതേ മാതൃകയിൽ തന്നെയായിരിക്കും ഇതും നിങ്ങളെ സഹായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കിട്ടും. എല്ലാ രീതിയിലുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്താണ് മെയ്ഡ്സിന് മുമ്പ് നമുക്കൊരു കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ 2023 മെയ്യിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ ഒരു കരാർ ബന്ധപ്പെട്ടിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അന്ന് ഓസ്ട്രേലിയ സന്ദർശനം, അത് വലിയ രീതിയിൽ വരവേൽപ്പ് ഓസ്ട്രേലിയ കൊടുത്തിട്ടുള്ള ഒരു സ്വീകരണം തന്നെ നമ്മൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയം, നമ്മുടെ നാട്ടിലെ ന്യൂസുകൾ തൊട്ട് പലരും അത് എടുത്ത് ആഘോഷിക്കുകയും ചിലർ വിമർശിക്കുകയും ചിലർ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് തന്നെയാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അന്ന് ഓസ്ട്രേലിയ സന്ദർശിച്ചപ്പോൾ അതൊരു വലിയൊരു ചരിത്രപ്രധാനമായിട്ടുള്ള വിസിറ്റായി മാറി. കാരണം അന്ന് ഒരു ട്രേഡ് കരാർ ഒപ്പിട്ടു. ആ ട്രേഡ് കരാറിൽ നിന്ന് രൂപം കൊടുത്തിട്ടുള്ള ഒരു വിസ സ്കീമാണ് മെയ്ഡ്സ് എന്നുള്ള ഒരു വിസ സ്കീം. തീർച്ചയായിട്ടും അന്ന് ഇതേപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദി ഇതേപോലെ തന്നെ ട്രേഡ് കരാർ ഒപ്പിട്ട ഒരു രാജ്യമാണ് UK. അന്ന് യങ് പ്രൊഫഷണൽ സ്കീമായിരുന്നു രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അത് മെയ്ഡ്സ് എന്നുള്ളതാണ്. സോ ആ ഒരു വിഷയം അന്ന് ചർച്ചാ വിഷയം അത് എങ്ങനെയൊക്കെ പോയി എന്നുള്ളത് നമുക്ക് പക്ഷെ അത് നമുക്ക് അറിയില്ലായിരുന്നു എന്ന് ഇത് ലോഞ്ച് ചെയ്യും എന്നുള്ളത്. എന്നാൽ അതിനൊക്കെ ഒരു ഉത്തരം വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ചിലർക്ക് വളരെ ക്വിക്കായിട്ട് ഷോർട്ടായിട്ട് ക്രിസ്പായിട്ട് പറയണമെന്നുണ്ട്. ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും അങ്ങനെ ഷോർട്ടായിട്ട് ക്രിസ്പായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മെയ്ഡ്സ് എന്നുള്ളൊരു കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് യങ് പ്രൊഫഷണൽ സ്കീം പോലെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിന്റെ എലിജിബിലിറ്റി വ്യത്യാസമുണ്ട്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള വ്യത്യാസമുണ്ട്, ഏജ് ഉണ്ട് ഇതിന്, അതുമാത്രമല്ല ഇത് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ യങ് പ്രൊഫഷണൽ സ്കീം പോലെയല്ല. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഒരു ലോട്ടറി സിസ്റ്റമാണ്, ഒരു ബാലറ്റ് സിസ്റ്റമാണ് ഇത്. ഇതേപോലെ തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഭാഗ്യശാലികളായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കിട്ടുക. കഴിഞ്ഞ വർഷം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് UK ഇഷ്ടംപോലെ ഭാഗ്യശാലികൾ ഉണ്ടായിട്ടുണ്ട്. സോ മെയ്ഡ്സിലും നമ്മൾ ഭാഗ്യശാലികളെ സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ്. സോ അന്ന് പ്രധാനമായ സന്ദർശനത്തിനൊടുവിൽ രൂപം കേട്ടുള്ള മെയ്ഡ്സ് എന്നുള്ള വിസ സ്കീം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മൊബിലിറ്റി എഗ്രിമെന്റ് ആണ് ഫോർ ടാലന്റ് ഏർലി പ്രൊഫഷണൽ സ്കീം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള യങ്സ്റ്റേഴ്സും ഓസ്ട്രേലിയയിലുള്ള യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ അവരുടെ ടാലൻസിനെ എൻകറേജ് ചെയ്യുക, ഇൻഫർമേഷൻസിനെ എക്സ്ചേഞ്ച് ചെയ്യുക, പരസ്പരം പല രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം. ഇതൊരു 4 വർഷത്തെ കോൺട്രാക്റ്റ് ആണ് ഓസ്ട്രേലിയ ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. 4 വർഷവും 3000 വിസകൾ വെച്ച് നമ്മുടെ ഇന്ത്യൻ നാഷണൽസിന് ലഭിക്കും എന്നുള്ളതാണ്. ഇതൊരു ലോട്ടറി ബാലറ്റ് സിസ്റ്റമാണ്, മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എന്ന് ഇത് ലോഞ്ച് ചെയ്യും എന്നുള്ളത്. ഇത് ലോഞ്ച് ചെയ്യുന്നത് നവംബർ 1 തീയതി 2024 ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞ വർഷം 2023 അതുപോലെ മെയ് മാസം 23 ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് ഇത്, അതായത് ഈ വർഷം 23 ഇത് അവരുടെ ഇപ്പോഴത്തെ റീസെന്റ് ബഡ്ജറ്റിനകത്ത്, ഓസ്ട്രേലിയ ബഡ്ജറ്റിനകത്ത് ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തിരിക്കുന്നത്. നവംബർ 1 തീയതി തൊട്ട് ഈ ഒരു വിസ സിസ്റ്റം ലോഞ്ച് ചെയ്യും എന്നുള്ളത്. സോ ഇതിനു മുമ്പ് തന്നെ ഇതേപോലെ ഈ ബാലറ്റ് ഓപ്പൺ ആകുന്ന ഡേറ്റും ടൈമും അതേപോലെ തന്നെ ബാലറ്റ് എങ്ങനെയാണ് ഇടേണ്ടതെന്നെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ വരും. അപ്പോൾ അതും നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ഷെയർ ചെയ്തിട്ട്. അത് മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിർബന്ധമായിട്ട്, കാരണം ഇതൊരു ലോട്ടറി സിസ്റ്റമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അടിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അടിക്കാം. സോ അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി നോക്കാം. നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീമിന് നമുക്കറിയാം ഏജ് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ. അത്
18 to 30 ആണ് ഒരു ഏജ് വന്നിരിക്കുന്നത്. സോ സമാനമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെയും എലിജിബിലിറ്റി വന്നിരിക്കുന്നത്. 30 വയസ്സിന് താഴെ ഉള്ള ആൾക്കാർക്കാണ് 30 തൊട്ട്, അതായത് 18 തൊട്ട് 30 വയസ്സ് വരെ ആണ് ഇതിന്റെയും എലിജിബിലിറ്റി വന്നിരിക്കുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മറ്റൊരു എലിജിബിലിറ്റി, വൺസ് മെയ്ഡ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് മെയ്ഡ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീമിനകത്ത് നിങ്ങൾ വൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷവും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് പോസിബിൾ അല്ല. ഒരു ആൾക്ക് ഒരു പ്രാവശ്യമായിരിക്കും ഈ മെയ്ഡ്സിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. അത് നല്ലൊരു തീരുമാനം എന്ന് ഞാൻ പറയില്ല, എങ്കിലും അത് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് മെയ്ഡ്സ് എത്ര വർഷത്തെ വിസയായിരിക്കും എന്നുള്ളതാണ്. ഇത് 2 ഇയേഴ്സിന്റെ വിസയാണ് മെയ്ഡ്സ് കൊടുക്കുന്നത്. അതായത് 2 വർഷം നിങ്ങൾക്ക് ഇപ്പോൾ യങ് പ്രൊഫഷണൽ സ്കീമിൽ UK വന്ന് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഓസ്ട്രേലിയയിൽ 2 വർഷം വന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് അവിടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR എലിജിബിൾ ആവും. ഇല്ലെങ്കിൽ നിങ്ങൾ പോയിന്റ് ബേസ് സിസ്റ്റത്തിലൂടെ PR ലഭിക്കാനായിട്ട് നോക്കുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓസ്ട്രേലിയ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്ത് കിട്ടിയ പോയിന്റ്സ് ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു PR അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഒരു അടിപൊളി വിസ സ്കീം തന്നെയാണ്, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നവർക്ക് കേട്ടോ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീമിന് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി കഴിഞ്ഞാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു മിനിമം ഒരു ബാച്ചിലേഴ്സ് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്, ഇല്ലെങ്കിൽ ലെവൽ 6 ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ നിയമം. എന്നാൽ ഇവിടെ ഒരു കർശനമായിട്ടുള്ള നിയമമുണ്ട്. ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് 2 ഇയേഴ്സ് ഗ്യാപ്പേ പറ്റുള്ളൂ. നിങ്ങൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് 2 ഇയേഴ്സ് ഗ്യാപ്പിനകത്തായിരിക്കണം മെയ്ഡ്സ് അപ്ലൈ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കണം 2 ഇയേഴ്സിനുള്ളിലായിരിക്കണം മെയ്ഡ്സ് അപ്ലൈ ചെയ്യാൻ. 2 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആവില്ല. ബാച്ചിലേഴ്സും അതിന് PhD ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ മിനിമം ബാച്ചിലേഴ്സ് വേണം എന്നുള്ളതാണ് വരുന്നത്. അത് മുതൽ 2 ഇയേഴ്സ് ആയിരിക്കും ഇതിന്റെ എന്താ പറയുക ഏജ് ഇല്ലെങ്കിൽ ഗ്യാപ്പ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ യങ് പ്രൊഫഷണൽ സ്കീമുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊഫഷണൽസിലുള്ള ആൾക്കാർക്കും എല്ലാ ബാച്ചിലേഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഒരു നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നല്ലൊരു വിസ സ്കീമായിരുന്നു, എല്ലാവരും ഉൾപ്പെടുത്തണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവിടെ അതൊരു കഷ്ടകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയയിൽ ഷോർട്ടേജ് അനുഭവപ്പെടുന്ന ഫീൽഡുകൾ മാത്രമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോൾഡ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഹയർ ഡിഗ്രി, ഇതാണ് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ. ഇതിനകത്ത് ഏത് ഡിഗ്രിയിലുള്ള ആൾക്കാർക്കാണ്? ഒന്ന് റിന്യൂവബിൾ എനർജി, മൈനിങ്, എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക്, ഫിനാൻഷ്യൽ ടെക്നോളജി, അഗ്രികൾച്ചർ ടെക്നോളജി. അപ്പോൾ ഈ ഒരു മേഖലയിലുള്ള ആൾക്കാർക്കായിരിക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് എഞ്ചിനീയറിംഗ്, മൈനിങ്, റിന്യൂവബിൾ, അതുപോലെ IT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ ഫിനാൻഷ്യൽ ടെക്നോളജി, അതുപോലെ അഗ്രികൾച്ചർ ടെക്നോളജി. ഇത് കാണുന്ന എല്ലാവർക്കും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെയ്ഡ്സിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്. ഇതിൻ്റെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UK കാര്യങ്ങളോ ഒന്നും പറ്റൂല. ഇവിടേക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് പറഞ്ഞാൽ IELTS ഓവറോൾ 6 നിങ്ങൾക്ക് ആവശ്യമാണ്. IELTS ഓവറോൾ 6 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെയ്ഡ്സിൽ ഒരു സ്പോൺസർഷിപ്പും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഫ്രീ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇത് ഫ്രീ ആയിട്ടുള്ള കാര്യമല്ല. മെയ്ഡ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പൈസ കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് പ്രീ അപ്ലിക്കേഷൻ ചാർജ് എന്നുള്ള രീതിയിൽ 25 നമ്മുടെ ഓസ്ട്രേലിയൻ ഡോളർ ആണ് പേ ചെയ്യേണ്ടത്. $25 പേ ചെയ്യണം. വൺസ് നിങ്ങൾക്ക് സെലക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $365 അപ്ലിക്കേഷൻ ഫീസായിട്ട് പേ ചെയ്യണം. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു മിനിമം എലിജിബിലിറ്റി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ എൻട്രി നിങ്ങൾക്ക് സാധിക്കും. 2 ഇയേഴ്സിനകത്ത് മൾട്ടിപ്പിൾ എൻട്രി നടത്താനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുകയോ ഇല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് കുറേ സ്കീമുകളുണ്ട്, വിസ സ്കീമുകളുണ്ട്. നമ്മൾക്കറിയാത്ത കുറേ സ്കീമുകളുള്ള രാജ്യമാണ്. അപ്പോൾ ആ ഒരു വിസ സ്കീമുകളിലൂടെയോ ഇല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഈ ഒരു മേഖലയിൽ എനിക്ക് തോന്നുന്നു അവർക്കൊന്നും വേറെ ജോലിയൊന്നും മീൻസ് ഈ പറഞ്ഞ വേറെ സ്കീമുകളിലേക്കൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കൊരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഇല്ലെങ്കിൽ ഒരു വിസ കിട്ടാനുള്ള അതായത് പെർമനന്റ് വിസ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാവരെയും വിളിച്ചിട്ടില്ല. ആകെ വിളിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ കുറച്ച് റിന്യൂവബിൾ എനർജി, മൈനിങ്, എഞ്ചിനീയറിംഗ്, IT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചർ ഫീൽഡിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് മെയ്ഡ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഡ്സിൽ
നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാനേ പറ്റൂ. പാർട്ടിസിപ്പൻസ് വിൽ ബി ഏബിൾ ടു അപ്ലൈ ടു ബ്രിങ് ഡിപ്പെൻഡൻസ്. ഓക്കെ, ഡിപ്പെൻഡൻസ് വിൽ ഹാവ് വർക്ക് റൈറ്റ്സ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് വിൽ നോട്ട് കൗണ്ട് ടുവേർഡ്സ് ദ ആനുവൽ ക്യാമ്പ്. സോ പാർട്ട്നേഴ്സിനെയും നിങ്ങൾക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിസ സ്കീം തന്നെയാണ്. സോ ഇത് 3000 പ്ലേസുകളേ ഉള്ളൂ. 3000 പ്ലേസുകൾ ഈ പറഞ്ഞ അതായത് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് പറ്റുക. അപ്പോൾ ഇതിനകത്ത് എത്ര രൂപ ചെലവ് വരും, ആർക്കൊക്കെ സാധ്യമാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇത് യങ് പ്രൊഫഷണൽ സ്കീം പോലെ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും യങ് പ്രൊഫഷണൽ സ്കീം പോലല്ല. കുറേ ബെനിഫിറ്റ്സും ഉണ്ട്, കുറേ ഡ്രോബാക്സ് ഉണ്ട് യങ് പ്രൊഫഷണൽ സ്കീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം യങ് പ്രൊഫഷണൽ സ്കീമിനകത്ത് ഏജ് 30, അത് ഇവിടെയും 30 തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ സ്റ്റഡി ഗ്യാപ്പ് അവിടെ ചോദിക്കുന്നില്ല. ഇവിടെ 2 years ആണ് സ്റ്റഡി ഗ്യാപ്പ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിന് മേലെ പോയവരെ ഇതിനകത്ത് എടുക്കൂല. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഉണ്ട്. നമുക്കിവിടെ UK വെച്ച് കയറി വരാൻ പറ്റും, പക്ഷേ ഇവിടെ IELTS വേണം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് പ്രൊഫഷണൽ സ്കീമിൽ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ ഇവിടെ മെയ്റ്റ്സിനകത്ത് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റും. യങ് പ്രൊഫഷണൽ സ്കീമിൽ വന്നു കഴിഞ്ഞാൽ ജോലി കണ്ടുപിടിച്ച് പെർമനന്റ് ആയിട്ട് സെറ്റിൽ ആവുക എന്നുള്ളത് കുറച്ച് കടമ്പയാണ്. പക്ഷേ മെയ്റ്റ്സിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പോസിബിലിറ്റീസ് കണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടേജിലുള്ള ജോബുകളാണ് അവർ എടുക്കുന്നുള്ളൂ. സോ അതിനകത്ത് എംപ്ലോയ്മെന്റ് ജോലി കിട്ടാനും അല്ലെങ്കിൽ PR അപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ്സ് കിട്ടാനും പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല പൈസ കുറവാണ്, ഡോളേഴ്സ് കുറച്ച് കുറഞ്ഞ് കൊടുത്താൽ മതി. നമുക്കിവിടെ IHS കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കണം. അങ്ങനെ കുറേ വ്യത്യാസമുണ്ട് യങ് പ്രൊഫഷണൽ സ്കീമും നമ്മുടെ മെയ്റ്റ്സും തമ്മിൽ. പക്ഷെ രണ്ടും ലോട്ടറി സിസ്റ്റമാണ്, ബാലറ്റ് സിസ്റ്റമാണ് കേട്ടോ. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, വേറെ ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ കുറേ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് എത്തിക്കുന്നതായിരിക്കും, ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്ക് കേട്ടോ മറ്റുള്ളവർക്കും കൂടിയിട്ട്. സോ കാണാം.